വെൽക്കം. അപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ്. നിങ്ങൾ ഈവനിങ് ആണ്. അപ്പം നമ്മൾ താലപ്പൊലിയോടനുബന്ധിച്ച് വീട് മൊത്തം ക്ലീൻ ചെയ്യാണ്. അപ്പം അച്ചിക്കുട്ടനാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. മുറ്റത്തെ ചപ്പൊക്കെ അടിച്ചു വരുന്നതാണ്. ആരും ആരെയും വിളിച്ചിട്ടല്ല ചെയ്തത്. വൈകിട്ട് പിന്നെ അമ്പലത്തിൽ പോയപ്പോൾ കോടിയിറച്ചി നടക്കുന്നതുകൊണ്ട് തന്നെ കൂടെ നിൽക്കും. നമ്മുടെ മേത്തിങ്ങനെ ഒരു ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് ആ ഫീലിംഗ് വരും കേട്ടോ. ആ ഭഗവാന്റെ ചൈതന്യം തിരിച്ച് വൈക്കത്തപ്പൻ്റെ എത്തിക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് ശരിക്കും നമുക്ക് അങ്ങനെ ഒരു ഫീലാവും. അപ്പോൾ രാവിലെയൊക്കെ പോകുമ്പോൾ ഭയങ്കര ചൂടായത് കാരണം കൊണ്ട് തന്നെ തൊഴാൻ ശരിക്കും ഒരു ഓടിപ്പാണ്. പക്ഷെ വൈകിട്ട് കുറച്ച് ആ നമ്മുടെ 108 നാമവും ചൊല്ലുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അതല്ലാതെ അവിടെ കുറേ നാമങ്ങൾ ചൊല്ലാം. മീൻസ് അവിടെ ഒരു ഭജനാവലി ഉണ്ട്. അത് നോക്കിയാണ് തന്ത്രിമാരൊക്കെ ചൊല്ലുന്നത്. ഒരു മൊമെന്റ് പ്രഷ്യസ്. പക്ഷെ എനിക്കത് എല്ലാ ദിവസവും പോയിട്ട് കാണാനൊന്നും പറ്റിയില്ല. വീട്ടിൽ താലപ്പൊലിയുടെ ബഹളവും തിരക്കും പേയും നമുക്ക് നമ്മളെ ഒത്തിരി പോയായിരുന്നു. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 22-ാം തീയതി. അപ്പോൾ നമ്മളൊന്നും അത് ഉണ്ടാക്കി ചുട്ട് തരികയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് നിൽക്കുന്നത് അതിനെ പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും. സ്പോർട്സിലൊക്കെ. അപ്പം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാണ്. കൂടെ എൻ്റെ സർപ്രൈസ് കേക്ക് തന്നത്. അങ്ങനെ കേക്ക് തരുന്നതാണ്. വലിയ ആഗ്രഹമാണ് കേട്ടോ എൻ്റെയും മോളുടെയും കൂടെ നിന്ന് ചെയ്യണം. അപ്പം നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള 2 കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. വേറെ ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് തന്നു. ഒരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. നമ്മളെ വീട്ടിൽ ആണ് അങ്ങനെ വന്നത്. ഇനി നെക്സ്റ്റ് ഡേ എന്ന് നമ്മൾ മേടിച്ചു. അവരുടെ കുറ്റിയടിക്കുന്ന ഒരു ാണ് നമ്മുടെ ഉണ്ടായിരുന്നു ചേച്ചിയാണ്. പിന്നെ ഡാഡി ഉണ്ടായിരുന്നു. ഡാഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ചേട്ടൻ്റെ മോനാണ്. അവരെന്നൊക്കെ ഉണ്ടാവുന്നത് ഉണ്ടായിരുന്നു. പിന്നെ അപ്പച്ചൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ഡാഡിയുടെ അനിയൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു വീട് വെക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള പോലെ ആദ്യം നമുക്ക് കിണർ വേണം. അപ്പോൾ കിണറിൻ്റെ സ്ഥാനം വേണം. ആ സ്ഥാനം നോക്കലായിരുന്നു അത്. പറഞ്ഞ തന്നെയാണ് ആ വീടിൻ്റെ നെക്സ്റ്റ് നിർബന്ധം ഇത് വീഡിയോ എടുക്കണം ജിറ്റേന്ന്. സോ മാളൂട്ടിയാണ് വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് കിട്ടിയിട്ടു ചിലയിടത്ത് മണ്ണ് കിട്ടിയിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട്. നമ്മളെ 2 അപ്പൊ ആ കുറ്റി നമ്മുടെ വിളിപ്പിച്ച് നമ്മള് പീനക്കുന്നത് അതിന്റെ ഒക്കെ എവിടെയാന്ന് നോക്കി കിണർ ഇതാക്കാം. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് പിന്നെയും ഡ്രസ് മീൻസ് അത് ചടങ്ങ് അത്ര ഉള്ളൂ. ഈ ദിവസം നോക്കി തന്നെ നമുക്ക് താലപ്പൊലിയുടെ വരുന്നത്
അപ്പോൾ ഈ കോടി കൊണ്ട് തന്നെ പോയി തൊഴുന്നത് ബെസ്റ്റ് ആയതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ തൊഴാൻ പോകാൻ. അപ്പോഴേക്കും നല്ല വെയിലാവും എന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാട്ടോ, ഞാനും മാളുട്ടി മാത്രം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ടയേർഡായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. അന്നത്തെ ദിവസം വൈകിട്ട് വീണ്ടും നമ്മൾ അമ്പലത്തിൽ പോയി. വൈകുന്നേരം അമ്പലത്തിൽ പോകുമ്പോൾ വേറൊരു ഫീലാണ് കേട്ടോ, അത് പറയാൻ പറ്റില്ല. സാധാരണ 50 രൂപ അരച്ച് സമ്മാനത്തിന്, നല്ല ആരോഗ്യത്തിന്, ശത്രുത്തിന്, ഇഷ്ടത്തിന്, എന്താ പറയുക, അങ്ങനെ വൈകിട്ടുള്ളത് ആ ഗോപുരം കാണുന്നത്. പിന്നെ മാളൂട്ടിയുടെ ഒരു ഇതാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ വീട്ടിൽ പോയതാണ് ഉള്ളത്. എൻ്റെ വീട് തോടിൻ്റെ കുറച്ച് വ്യൂസ് പറഞ്ഞത് കേട്ടോ. അതെന്താ പറഞ്ഞു അത് വ്യൂസ് ഇനി ഇതിനോട് എനിക്കറിയില്ല. ഇതിപ്പോ ഒന്നാമത്തെ പ്രാവശ്യമാണ് എഡിറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ ആരും കാണില്ല. നെക്സ്റ്റ് ഡേ അമ്മയുടെ ഒരു അമ്മാവൻ്റെ കൊല്ലാണ്. നമ്മുടെ ഈ ഭാഗത്തൊക്കെ രാവിലെ ബലിയിടും. അതിന് ഉച്ചത്തെ ഫുഡ് ഉണ്ടാവും, നോൺവെജും കേട്ടോ. ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മാവൻ ജാഥ എഴുതുന്ന ആളായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഞാൻ കേട്ടോ. ഒന്ന് കാണുമ്പോൾ ഇതിൻ്റെതായൊരു ടേസ്റ്റ് ഉണ്ട്. ബീഫ് കറി എന്താ പറയുക, തിരുന്നിരുന്നത്. ഞങ്ങൾ അതും നല്ലപോലെ കഴിച്ചു. നല്ല കട്ടമൂരി ാണ്. പക്ഷെ കേസ് നമുക്ക് ഇതിനകം പറ്റി നമ്മൾ അവരോട് പെർമിഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നടക്കുന്നത് കേൾക്കുന്നുണ്ട്. ഒത്തിരി വോയിസ് വരുന്നതുകൊണ്ട് നമ്മൾ എന്താന്ന് മനസ്സിലാക്കില്ല. പക്ഷെ ഞാൻ 390 രൂപ നമുക്ക് ഒരിക്കലും